ശിവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഭക്തിയാണ്. അതിനാൽ തന്നെ ഭക്തവത്സലനായ ഭഗവാൻ നമുക്കുണ്ടാകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കും. മറ്റൊരു ശിവക്ഷേത്രത്തിലും ഇതുപോലൊരു പ്രാധാന്യം, ഭക്തർക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭഗവാൻ മറ്റൊരു ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഭഗവാന്റെ പ്രാധാന്യത്തെയും ഭഗവാന്റെ പ്രദോഷത്തിൻ്റെ പ്രാധാന്യത്തെയും പറ്റി ധാരണയുണ്ടാവും. എത്ര മനോഹരമാണ് ശ്രീകണ്ഠേശ്വരത്തപ്പൻ്റെ പ്രദോഷ ശിവേലി. ഡോക്ടർമാർ ഉപേക്ഷിച്ച അല്ലെങ്കിൽ വൈദ്യന്മാർ ഉപേക്ഷിച്ച രോഗികൾ വരെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ മൃത്യുഞ്ജയഹോമം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവ സിദ്ധമായ കാര്യമാണ്. അതിവിശേഷമായ വെള്ളിയുണ്ട് ഉണ്ടാക്കിയ ശിവേലി ബിംബമാണ് ശ്രീകണ്ഠേശ്വരത്തെ. അതിമനോഹരമാണ് ബിംബം. അത്ര വിശേഷമായിട്ടും അതിസുന്ദരമായിട്ടുള്ളൊരു ശിവേലി ബിംബം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാംഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമ ശിവായ. ഓം നമ ശിവായ. ഞാൻ പ്രവീൺ വാസുദേവൻ എമ്പ്രാന്തിരി, പുത്തില്ലം. 108 ശിവാലയങ്ങളിൽപ്പെട്ട 40 എണ്ണീശ്വരം, ചങ്ങംകുളങ്ങര തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ മേശാന്തിയായിരുന്നു. ജ്യോതിഷം, തന്ത്രം, മന്ത്രവാദം, പരിഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാന ശിവക്ഷേത്രത്തിലൊന്നായ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഈശാന്തിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം. ഇതിനു മുമ്പ് ഞാൻ മഹാക്ഷേത്രങ്ങളായ 42 ചങ്ങംകുളങ്ങര തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ മേശാന്തിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേകത അത് 108 ശിവാലയത്തിൽപ്പെട്ട മഹാക്ഷേത്രങ്ങളാണ്. ആ 2 ഭഗവാന്മാരുടെ അനുഗ്രഹമാണ് എനിക്ക് ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ സേവിക്കാൻ കിട്ടിയ അവസരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രദോഷം എന്ന പദത്തിൻ്റെ അർത്ഥം രാത്രിയുടെ ആഗമനം എന്നാണ്. അപ്പോൾ സന്ധ്യാസമയത്ത് സാക്ഷാൽ പരമേശ്വരൻ കൈലാസത്തിൽ നടരാജ നൃത്തമാടുന്നു എന്നാണ് വിശ്വാസം. പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്ന ഭക്തജനങ്ങൾക്ക് സർവ്വവിധമായ ആഗ്രഹ സാഫല്യവും സമ്പത്തും പുത്രസൗഭാഗ്യവും എല്ലാം ലഭിക്കും എന്നാണ് അനുഭവവും സത്യവും. പ്രദോഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രാധാന്യം കുംഭമാസത്തിലെ രാപ്പക്ഷ ചതുർദശി ശിവരാത്രി ആണ്. കൃഷ്ണപക്ഷവും ശനിയാഴ്ചയും കൂടിച്ചേർന്ന് വരുന്ന പ്രദോഷമാണ് പ്രദോഷങ്ങളിൽ ഏറ്റവും വിശേഷമായിട്ട് കരുതപ്പെടുന്നത്. പ്രദോഷ ദിവസം എല്ലാ ദേവതകളുടെയും സാന്നിധ്യം ശിവക്ഷേത്രങ്ങളിലുണ്ടാവും എന്നൊരു വിശ്വാസമുണ്ട്. പാർവതീ സമേതനായ ഭഗവാൻ നടരാജനായിട്ട് ആനന്ദ നൃത്തമാടുന്ന അതിദിവ്യമായൊരു മുഹൂർത്തമാണ് പ്രദോഷം. പ്രദോഷ ദിവസം ഏറ്റവും പ്രധാനം ശിവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഭക്തിയാണ്. അതിനാൽ തന്നെ ഭക്തവത്സലനായ ഭഗവാൻ നമുക്കുണ്ടാകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം ഗൃഹത്തിൽ വേണ്ടത് ഭക്തിയാണ്, സാക്ഷാൽ പരമേശ്വരനോടുള്ള ഭക്തി.
പ്രദോഷവ്രതത്തിൻ്റെ തലേദിവസം, ശരിക്കും പ്രദോഷവ്രതത്തിൻ്റെ തലേദിവസമല്ല നമ്മൾ വ്രതം ആരംഭിക്കുന്നത്. ജീവിതം തന്നെ ഭഗവാന്റെ ഭക്തിയിലായിരിക്കണം. സദാ സമയം ഈശ്വര ചിന്തയോടുകൂടി ഭഗവാന്റെ പാദത്തെ സ്മരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. എല്ലാ ദിവസവും 108 തവണയെങ്കിലും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. നമഃശിവായ തുടങ്ങിയ നമഃശിവായ എന്ന മഹാമന്ത്രം എല്ലാ ദിവസവും 108 ഉരുവെങ്കിലും കുറഞ്ഞത് ജപിക്കണം. പ്രത്യേകിച്ച് പ്രദോഷത്തിന് തലേ ദിവസം ഒരിക്കൽ, അതായത് ഒരു നേരം ഭക്ഷണം, പിറ്റേ ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം, അന്നേ ദിവസം സന്ധ്യ വരെ ഉപവാസം കഴിഞ്ഞാൽ പ്രദോഷ സന്ധ്യയ്ക്ക് ഭഗവാന്റെ ദീപാരാധന കണ്ട് തൊഴുത് ഭഗവാന്റെ നിവേദ്യം കഴിച്ച് പാരണ വീടാം. അന്നേ ദിവസം പ്രദോഷം അനുഷ്ഠിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാൻ എല്ലാവിധത്തിലുള്ള ആരോഗ്യവും സമ്പത്തും, ഭഗവാൻ മാത്രമല്ല, പ്രദോഷ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാനെ ആനന്ദ നൃത്തം ആടുന്നത് ദർശിക്കാനായിട്ട് ദേവതകളുടെ എല്ലാം സാന്നിധ്യം മഹാക്ഷേത്രങ്ങളിലുണ്ട് എന്നാണ് വിശ്വാസം. ജീവിതത്തെ മാറ്റിമറിക്കുന്ന 7 നക്ഷത്രക്കാരെക്കുറിച്ചും ഇവർക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ പൂജയിൽ നിങ്ങളെ ഓർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാളും പ്രാർത്ഥനാ വിഷയവും കമന്റ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ചിങ്ങക്കൂർക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ചാണ് പറയേണ്ടത്. ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയമാണ്. വ്യാഴത്തിന്റെ സ്ഥിതി കുറച്ച് അനുകൂലമായ അവസ്ഥകൾ കൂടി സമ്മാനിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അകാരണമായ ഭയം മാറുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യും. ശത്രുക്കൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നീ ദോഷഫലങ്ങളും ഇനി ഉണ്ടാകില്ല. സുഹൃത്ത് ബന്ധങ്ങൾ കൊണ്ട് ഒരുപാട് സഹായങ്ങളും ലഭിക്കും. വിശ്വാസവഞ്ചന മുൻകൂട്ടി മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് 3 നക്ഷത്രക്കാർക്കും സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസം, കച്ചവടങ്ങൾ, കലാകായിക മേഖലകൾ, കൈത്തൊഴിലുകൾ എന്നിവയിലെല്ലാം അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണം, മാതാപിതാക്കളോടും മറ്റ് ബന്ധുമിത്രാദികളോടുമുള്ള ആശയവിനിമയങ്ങൾ എന്നിവയിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ കൂടി പുലർത്തേണ്ട സമയമാണ്. ചിങ്ങക്കൂർക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഒരുപാട് തേടിയെത്തും. ചിങ്ങക്കൂർ ദോഷ പരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യ ഭജന, നരസിംഹ ഭജന എന്നിവ നിത്യേന നടത്താൻ ശ്രമിക്കുക. കദളിപ്പഴം, കൽക്കണ്ടം എന്നിവ നിവേദിക്കുക. പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, അർച്ചനകളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂർക്കാരാണ്. കന്നിക്കൂറിൽ ഉത്രം നക്ഷത്രക്കാർ 2-3 പാദങ്ങൾ, ചിത്തിര 1-2 പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരാണ്. വാക്കുകൾ ഹേതുകമായി ഉണ്ടാകുന്ന അനാവശ്യ കലഹങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. വിദ്യാർത്ഥികൾ നല്ല മനസ്സോടുകൂടി പഠന രംഗങ്ങളിൽ മുന്നേറുകയും വിജയം കൈവരിക്കുകയും ചെയ്യും. നിരന്തരമായ ഉത്സാഹം ഇവർക്ക് ഒരുപാട് പഠന മികവ് തെളിയിക്കാൻ അവസരങ്ങൾ നൽകുകയും ചെയ്യും. മുതിർന്നവർ ധനവിനിയോഗം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ തന്നെയാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിൽ ക്ഷമ വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. മറ്റുള്ളവരോട് ക്ഷമയോടുകൂടി തന്നെ പെരുമാറാനും ശ്രദ്ധിക്കണം. വ്യാപാര വ്യവസായം മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഒരുപാട് മാറി വരുന്ന സമയം കൂടിയാണ്. മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ മുഖേന മനസ്സിന് സന്തോഷം ലഭിച്ചുകൊണ്ടിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിജീവിക്കാനായിട്ട് കന്നിക്കൂർക്കാർക്ക് സാധിക്കുന്ന സമയമാണ്. സന്താനങ്ങൾ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും അവരുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയും ചെയ്യും. വിദേശത്ത് വിദ്യാർത്ഥികൾക്ക് പഠനാർത്ഥം പോകുവാൻ അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. വിദേശത്ത് സ്ഥിരതാമസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയം തന്നെയാണ്. കന്നിക്കൂർ ദോഷ പരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം ശ്രീരാമ സ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നതിന് നല്ലതാണ്. ഇവർക്ക് വേഗം തന്നെ ദോഷശാന്തി നൽകുന്നതായിരിക്കും. ഇനി തുലാം നക്ഷത്രം. ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. ഇവർക്ക് വരാനിരിക്കുന്നത് സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണ്.
ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പുത്തൻ പഠന മേഖല കണ്ടെത്താനും വിദേശ രാജ്യങ്ങളിൽ പോയി പണി നിഷ്പ്രയാസം ചെയ്യുവാനും സാധിക്കും. വ്യാപാര വ്യവസായ സാങ്കേതിക വിദ്യാഭ്യാസം അനുഭവപ്പെടും. യാത്രകൾക്കും സാധ്യതകൾ തെളിയുന്നുണ്ട്. പൈതൃക സമ്പത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. വളരെ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന വേദനകൾ കുറഞ്ഞു തുടങ്ങുന്നു. അതുപോലെ തന്നെ രോഗശമനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കല, സാഹിത്യം, കരകൗശല നിർമ്മാണം, സ്വയം തൊഴിലുകൾ എന്നിവിടങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാകും. മറ്റുള്ളവരും ആയിട്ടുള്ള ധനപരമായ ഇടപാടുകൾ കലഹങ്ങളിൽ കലാശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിശാഖം, തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. സുഹൃത്തുക്കളുമായി നല്ല അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കും. ചില ദുശീലങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാപാര വ്യവസായ മേഖലകളിൽ പുനരുജ്ജീവനത്തിനും നല്ല സമയം തന്നെയാണ്. വിശദമായ ചില മാറ്റങ്ങൾ വ്യാപാര മേഖലയിൽ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരും മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. വൈദേശിക പഠനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വളരെയധികം സാധ്യത കാണുന്നുണ്ട്. പുതിയ ഗ്രഹനിർമ്മാണത്തിന് നേരിയ തടസ്സങ്ങൾ വരികയും അത് വലിയ പ്രയാസങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. കലാ സാഹിത്യ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ലഭിക്കും. ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ശിവഭജനം മുടങ്ങാതെ നടത്തുക. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. വരാനിരിക്കുന്നത് അത്ര അപകടകരമായിട്ടുള്ള സമയം ഒന്നുമല്ല. ശനിയുടെ ദോഷങ്ങളെ ശ്രദ്ധാപൂർവം പരിഹരിക്കുകയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളെ മികച്ചതാക്കി മാറ്റാൻ ധനുക്കൂർക്കാർക്ക് നിഷ്പ്രയാസം സാധിക്കും. വാക്കുകളുടെ ഉപയോഗവും ശ്രദ്ധാപൂർവമാക്കണം. വിദ്യാർത്ഥികൾ മനസ്സ് കൈവിടാതെ സദാസമയവും ജാഗരൂകരാകാനും ശ്രദ്ധിക്കുക. കണ്ണിന് ബാധിക്കുന്ന രോഗങ്ങളും കാണാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടുള്ള നഷ്ടങ്ങളും മാനസിക വേദനകൾ സൃഷ്ടിക്കുന്ന സമയം കൂടിയാണ്. സഹോദരന്മാരുമായിട്ടുള്ള പിണക്കങ്ങൾ താൽക്കാലികമായെങ്കിലും അവസാനിക്കും. ഗൃഹനിർമ്മാണത്തിലും വാഹനങ്ങൾ വാങ്ങുന്നതിനും സാധിക്കും. ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപാസനാ മന്ത്രങ്ങൾ എന്നിവയിൽ ശ്രദ്ധ ഇല്ലാതെയാകും. ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടും. ചില വഴിവിട്ട പ്രണയങ്ങൾ ജീവിതത്തെ തകർക്കാനുള്ള സാധ്യതകളും കാണുന്നു. കർമ്മമേഖലയിൽ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഇവർക്ക് ലഭിക്കുക. ലാഭം വർദ്ധിപ്പിക്കുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് കൂടി വരും. ദോഷപരിഹാരങ്ങൾക്ക് ശിവഭഗവാനെ നിത്യേന ദർശനം നടത്തുവാൻ സാധിക്കുമെങ്കിൽ ഉത്തമമാണ്. പരമാവധി നമശിവായയും സമർപ്പിക്കുന്നതും ദോഷ ശാന്തി നൽകും. ഇനി മകം, ഉത്രാടം നക്ഷത്രക്കാർ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 ഭാഗത്തിൽ ജനിച്ച നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. എല്ലാ മേഖലയിലും സർവ്വ ഐശ്വര്യത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന സമയമാണ്. ഈ വെളുത്തവാവിന് ശേഷം മാനസിക പിരിമുറുക്കങ്ങൾക്ക് ഇടവരുത്താതെ ശ്രദ്ധിക്കണം. എല്ലാ മേഖലയിലും സർവ്വ ഐശ്വര്യത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന സമയമാണ്. ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, തൊലിപ്പുറമെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നിവ മാറും. സഹോദരന്മാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ഗൃഹനിർമ്മാണം പ്രതീക്ഷിക്കുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും. പരിഹാരങ്ങൾ: ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ദർശനം നടത്താൻ ശ്രമിക്കുക. പ്രദോഷ ദിവസത്തിൽ ഏറ്റവും പ്രധാനം പഞ്ചാക്ഷരി മന്ത്രത്തിനാണ്. പ്രദോഷ ദിവസത്തിലെന്നുള്ളതല്ല, മന്ത്രങ്ങളിൽ തന്നെ ഏറ്റവും പ്രാധാന്യം പഞ്ചാക്ഷരി മന്ത്രമാണ്. തിരുവള്ളുവർ ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. 51 അക്ഷരം 5 അക്ഷരത്തിലൊതുങ്ങും, 5 അക്ഷരം ഏകാക്ഷരത്തിലൊതുങ്ങും, 51 അക്ഷരം ഒതുങ്ങുന്നതാണ് പഞ്ചാക്ഷരം. ഓം നമഃശിവായ എന്നുള്ള മഹാമന്ത്രം ഈ ലോകത്തുള്ള എല്ലാ മന്ത്രങ്ങളുടെയും സാരാംശമാണ്. എല്ലാ ശൈവമന്ത്രങ്ങളുടെയും സാരാംശമാണ് ഓം നമഃശിവായ എന്നുള്ള മന്ത്രം. അപ്പോൾ ഏറ്റവും പ്രധാനം പഞ്ചാക്ഷര മന്ത്രമാണ്. പിന്നെ ശിവൻ്റെ അഷ്ടോത്തരം, ദാരിദ്ര്യദഹന സഹസ്രം, ശിവസഹസ്രനാമം, അങ്ങനെ ഹാലാസ്യമാഹാത്മ്യം. ഹാലാസ്യമാഹാത്മ്യത്തിന് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മീനാക്ഷി സുന്ദരേശനായ സാക്ഷാൽ ഭഗവാന്റെ ലീലകളാണ് ഹാലാസ്യമാഹാത്മ്യത്തിൽ പ്രാധാന്യമായി പറഞ്ഞിട്ടുള്ളത്. ഹാലാസ്യമാഹാത്മ്യ പാരായണം പ്രദോഷ ദിവസം ഏറ്റവും ഉത്തമമാണ്.
പ്രദോഷ ദിവസം രാവിലെ പതിവ് പോലെ 4 മണിക്ക് നിർമ്മാല്യം, ഭഗവാന്റെ നിർമ്മാല്യം 4 മണിക്കാണ്. ഈ നിർമ്മാല്യത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, പലരും ധരിച്ചു വച്ചിരിക്കുന്നത് നിർമ്മാല്യം തൊഴുക അല്ലെങ്കിൽ തൊഴുകുന്നതിൻ്റെ ഉദ്ദേശം തലേ ദിവസത്തെ ആടയാഭരണങ്ങളോടുകൂടി ദർശിക്കുന്നതാണ് എന്നാണ്. അതൊരർത്ഥത്തിൽ ശരിയാണെങ്കിലും നിർമ്മാല്യ ദർശനത്തിൻ്റെ പ്രാധാന്യം അത് മാത്രമല്ല. മഹാക്ഷേത്രങ്ങളിൽ രാത്രി താഴപൂജ കഴിഞ്ഞ് തൃപ്പുക എന്നുള്ള ഒരു ചടങ്ങ് കൂടിയുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞാൽ പൂജാപാത്രങ്ങളെല്ലാം ഒരുക്കി വെച്ച് പൂ ഉൾപ്പെടെ ഒരുക്കി വെച്ചിട്ടാണ് നട ചാരുന്നത്. അപ്പോൾ ഈ നട അടച്ചു കഴിഞ്ഞാൽ ഋഷിമാർ, ദേവന്മാർ തുടങ്ങിയ സൂക്ഷ്മ ശരീരത്തോടു കൂടിയിട്ടുള്ള ചൈതന്യം ഭഗവാനെ പൂജിക്കാൻ വരുന്നു എന്നുള്ള സങ്കല്പമാണ്. മനുഷ്യരുടെ പൂജകളിൽ പിഴവുകളുണ്ടാവും, പക്ഷേ ഋഷിമാരുടെ പൂജകളിൽ പിഴവുണ്ടാവില്ല. ഋഷിമാരുടെ പൂജകൾ പരിപൂർണ ചൈതന്യത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ രാവിലെ ദർശനം അരുളുന്നത്. അതാണ് നിർമ്മാല്യ ദർശനത്തിൻ്റെ പ്രാധാന്യം. തലേ ദിവസം രാത്രി നടയടച്ചതിന് ശേഷം ഋഷിമാർ പരിപൂർണമായ ചൈതന്യത്തോടുകൂടി യാതൊരു പിഴവുമില്ലാതെ പൂജ കഴിച്ച് പൂർണ്ണ ചൈതന്യവത്താക്കിയ ദേവനെയാണ് നിർമ്മാല്യ ദർശനത്തിൽ നമ്മൾ ദർശിക്കുന്നത്. അതുകൊണ്ടാണ് നിർമ്മാല്യ ദർശനത്തിന് ഇത്രയും പ്രാധാന്യം വന്നിട്ടുള്ളത്. ശ്രീകണ്ഠേശ്വരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും 4 മണിക്ക് നട തുറക്കും. 4:20 വരെ ഭഗവാന്റെ നിർമ്മാല്യ ദർശനമാണ്. 4:20 ശേഷം ഭഗവാന്റെ നിർമ്മാല്യമെല്ലാം മാറ്റി വെള്ളി കെട്ടിയ വലമ്പിരി ശംഖ്, വെള്ളി കെട്ടിയ കാളക്കൊമ്പ് ഇത്യാദികളിലൂടെ അഭിഷേകത്തിന് വിശേഷാൽ ഭസ്മം, പാല്, എണ്ണ, നെയ്യ്, തേന്, പഞ്ചാമൃതം തുടങ്ങിയ അനവധി വിശേഷ വസ്തുക്കളെ കൊണ്ടാണ് അഭിഷേകം. ജലം കൊണ്ട് മാത്രമല്ല. അഭിഷേകപ്രിയോ രുദ്ര, സാക്ഷാൽ ഭഗവാൻ അഭിഷേകപ്രിയനായതുകൊണ്ട് ഇത്രയും ദ്രവ്യങ്ങളെ കൂടാതെ 24 കുടം അഭിഷേകം. ആ അഭിഷേകം കഴിഞ്ഞ് നന്ദിദേവന് അഭിഷേകം കഴിഞ്ഞ് മാലയെല്ലാം ചാർത്തി പരിപൂർണമായി ഭഗവാനെ അലങ്കരിച്ചതിന് ശേഷം 5 മണിക്ക് ദീപാരാധന, ഭഗവാന്റെ മലർനേദ്യം ദീപാരാധന. അത് കഴിഞ്ഞാൽ 7 മണിക്ക് വലിയ ധാര. ആ വലിയ ധാരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്ഷീരുദ്രം ജപിച്ചാണ് 7 മണിക്കുള്ള വലിയ ധാര കഴിക്കുന്നത്. അതിൻ്റെ വിശേഷമാഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളിക്കുടത്തിനകത്ത് ഭക്തജനങ്ങൾ മറ്റൊരു ശിവക്ഷേത്രത്തിലും ഇതുപോലൊരു പ്രാധാന്യം, ഭക്തർക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭഗവാൻ മറ്റൊരു ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പ്രാധാന്യം ഭക്തർക്ക് കൊടുക്കുന്ന ഭഗവാൻ. പ്രഥമമായിട്ട് ആ വലിയ ധാരയ്ക്ക് പൂജിക്കുന്ന വെള്ളിക്കുടത്തിൽ ഭക്തർ വെളിയിൽ തൃപ്പടിയിൽ ആ വലിയ വെള്ളിക്കുടം വയ്ക്കുകയും ആ വെള്ളിക്കുടത്തിൽ ഭക്തർ പനിനീര് ഒഴിച്ച് ആ നിറച്ച പനിനീരാണ് അകത്ത് കലശമായിട്ട് പൂജിച്ച് ശ്രീരുദ്രം ജപിച്ച് ഭഗവാന് അഭിഷേകം നടത്തുന്നത്. അപ്പം അത്രയും ഭക്തർക്ക് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. 7:20 സമയത്ത് ഉഷനിവേദ്യമാണ്. ഉഷനിവേദ്യം കഴിഞ്ഞാൽ എതിർത്ത് പൂജ കഴിഞ്ഞ് ഉഷശിവേലി കഴിഞ്ഞാൽ പന്തീരടി പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീരധാര, അത് കഴിഞ്ഞ് മൃത്യുഞ്ജോമം, 108 കലശം. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന ഓരോ വഴിപാടുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്
ക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. പല തരത്തിൽ ഡോക്ടർമാർ ഉപേക്ഷിച്ച അല്ലെങ്കിൽ വൈദ്യന്മാർ ഉപേക്ഷിച്ച രോഗികൾ വരെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവ സിദ്ധമായ കാര്യമാണ്. പലർക്കും വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. മരിക്കും എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ഒരുപാട് മനുഷ്യർ ഭഗവാന്റെ കാരുണ്യം കൊണ്ടും ശ്രീകണ്ഠേശ്വരത്തെ മൃത്യുഞ്ജയ ഹോമം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അതാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പ്രാധാന്യം. 1-2 പേർക്കല്ല, ഒരു ദിവസം 400 പേർക്കെങ്കിലും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നുണ്ട്. പക്ഷെ ഇവരിൽ 99% പേരും രോഗമുക്തി നേടുന്നുണ്ട്. രോഗമുക്തി നേടി അവിടെ ഭഗവാനെ തൊഴാനായിട്ട് വരുന്നുമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വേറൊരു ക്ഷേത്രത്തിലും വേറൊരു ശിവക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു വഴിപാടാണ് ക്ഷീരധാര. ക്ഷീരം എന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള ദ്രവ്യമാണ്. അതായത് നിത്യം ക്ഷീരധാര കഴിക്കുന്ന ക്ഷേത്രത്തിൽ ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാവുമെന്നാണ് സങ്കല്പം. ക്ഷീരധാര മണ്ഡപത്തിൽ കലശമായിട്ട് പൂജിച്ച് ക്ഷീരധാരയുടെ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് മൃത്യുഞ്ജയ ഹോമം. മൃത്യുഞ്ജയ ഹോമം ക്ഷീരധാര കഴിഞ്ഞു കഴിഞ്ഞാൽ പനിനീര് അഭിഷേകം, അത് കഴിഞ്ഞ് 108 കുടം ധാര. 108 കുടം ധാര അതിവിശേഷമായിട്ടുള്ളൊരു വഴിപാടാണ്. 108 കുടം ധാര, കൃത്യമായിട്ട് 108 കുടം ഭഗവാന് ധാരയായിട്ട് അഭിഷേകം കഴിച്ച് ഭഗവാനെ പൂർണ്ണ തൃപ്തനാക്കിയതിന് ശേഷം അലങ്കരിച്ച് ഉച്ചപൂജ, ശിവേലി. അത് കഴിഞ്ഞാൽ വൈകുന്നേരം, പ്രദോഷ ദിവസം വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. 5 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ 7 മണിക്ക് ദീപാരാധന. 7 മണിക്ക് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം, ദീപാരാധന വരെ പതിവ് ചടങ്ങുകളാണ്. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ആണ് പ്രദോഷത്തിൻ്റേതായ ചടങ്ങുകൾ തുടങ്ങുന്നത്. ഭഗവാനെ ദീപാരാധന കഴിഞ്ഞ് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. അതായത് അതിവിശേഷമായ വെള്ളികൊണ്ട് ഉണ്ടാക്കിയ ശിവേലി ബിംബമാണ് ശ്രീകണ്ഠേശ്വരത്തെ. അതിമനോഹരമാണ് അതിൻ്റെ ആ ബിംബം. അത്ര വിശേഷമായിട്ടും അതിസുന്ദരമായിട്ടുള്ളൊരു ശിവേലി ബിംബം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും 12 വയസ്സിനിടയ്ക്ക് ശാന്തി തുടങ്ങി ഈ വയസ്സിനിടയ്ക്ക് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ശിവേലി വിഗ്രഹം അത്രയും സുന്ദരമായിട്ടുള്ളൊരു വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിൽ ഭഗവാനെ പുറത്തെഴുന്നള്ളിച്ച് വെള്ളി നന്ദി വാഹനത്തിൽ ഇരുത്തി ധാരാളം ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന പനിനീര്, അത് കണക്കില്ലാത്ത വിധം, അതിന് ആ അഭിഷേകത്തിൻ്റെ ആ ദർശിച്ചവർക്കറിയാം, ആ കണക്കില്ലാത്ത വിധം പനിനീരാണ് ഈ പ്രദോഷ ദിവസം ഭഗവാൻ അഭിഷേകം കഴിക്കുന്നത്. ഭഗവാനെ പരിപൂർണമായിട്ട് അലങ്കരിച്ച് നന്ദിവാഹനത്തിൽ 3 തവണ പ്രദക്ഷിണം വയ്ക്കും. ഓരോ നടയിലും വിശേഷാൽ നാദസ്വരം. അത് ഘട്ടിയം ചടങ്ങ് മഹാക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന, വൈക്കം പോലെയുള്ള, ഏറ്റുമാനൂർ വൈക്കം, ഹരിപ്പാട് പോലെയുള്ള
മഹാക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഘട്ടിയം ചൊല്ലുക എന്നൊരു ചടങ്ങ്. അതിനുശേഷമാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. സാധാരണ ഘട്ടിയം എന്ന് പറയുന്നത് ഒരു ചെങ്കോലാണ്, വെള്ളിയുടെ ചെങ്കോൽ. വെള്ളിയുടെ ഒരു ചെങ്കോലിൻ്റെ മുകളിൽ സ്വർണം പൊതിഞ്ഞ നന്ദിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു അധികാര ചിഹ്നമാണ്. കാരണം അത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ ഘട്ടിയം ചൊല്ലുക എന്ന് പറയുന്ന ചടങ്ങുണ്ടാവുള്ളൂ. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഘട്ടിയം ആണ് മുൻപിൽ നടക്കുന്നത്. ആ ഘട്ടിയത്തോടു കൂടിയ ഒരു ബ്രാഹ്മണൻ മുമ്പിൽ നടക്കും ഭഗവാന്റെ മുമ്പിൽ. രാജരാജേശ്വരനാണ് അവിടെ ഭഗവാൻ. രാജരാജേശ്വരനായതുകൊണ്ടാണ്, സർവാധികാരങ്ങളുള്ളത് കൊണ്ടാണ് ദണ്ഡനാധികാരം, അതായത് ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള അധികാരം ഭഗവാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ഘട്ടിയം. ആ ഘട്ടിയത്തോട് കൂടിയിട്ട് ആണ് ഈ പ്രദക്ഷിണം. വിശേഷാൽ സന്ധ്യയ്ക്ക് ശേഷമുള്ള ശിവേലി. സന്ധ്യയ്ക്ക് ശേഷം ഭഗവാൻ രാജരാജേശ്വരനാണ്. ആ രാജരാജേശ്വരൻ്റെ ശിവേലിയാണ് നടക്കുന്നത് പ്രദോഷത്തിന്. അപ്പം അതിൻ്റെ പരിപൂർണമായ എല്ലാ അലങ്കാരങ്ങളോടും എല്ലാ വാദ്യഘോഷങ്ങളോടും കൂടിയിട്ടാണ് ആ വിശേഷാൽ ശിവേലി ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്നത്. മറ്റുള്ള ശിവക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മഹാക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ് ഇത്രയും മനോഹരമായ ഒരു പ്രദോഷ ശിവേലി കണ്ടിട്ടുള്ളത്. ഇത്രയും ഭംഗിയായിട്ട് ഭഗവാനെ ഇത്രയും പ്രൗഢിയോട് കൂടിയിട്ട് വേറെ ഒരു മഹാക്ഷേത്രങ്ങളിലും പ്രദോഷ ശിവേലി കണ്ടിട്ടില്ല.
തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഭഗവാന്റെ പ്രാധാന്യത്തെയും ഭഗവാന്റെ പ്രദോഷത്തിൻ്റെ പ്രാധാന്യത്തെയും പറ്റി ധാരണയുണ്ടാവും. എത്ര മനോഹരമാണ് ശ്രീകണ്ഠേശ്വരത്തപ്പൻ്റെ പ്രദോഷ ശിവേലി. ഈ പ്രദോഷ ശിവേലി കഴിഞ്ഞ് ഭഗവാനകത്ത് കഴിഞ്ഞാൽ അത്താഴ പൂജ, അത്താഴ ശിവേലി, അർദ്ധയാമ പൂജ, ഇത് കഴിഞ്ഞ് നടയടയ്ക്കും. ഇതാണ് പ്രദോഷ ദിവസത്തെ ഒരു ദിവസത്തെ ഭഗവാന്റെ ചടങ്ങുകൾ. ഇതിലേറ്റവും പ്രധാനം പ്രദോഷ ശിവേലി തന്നെയാണ്. പ്രദോഷത്തിൻ്റെ അഭിഷേകം, പ്രദോഷ ശിവേലി. പ്രദോഷത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത് വിശേഷാൽ നടേശാലങ്കാരമാണ്. സാക്ഷാൽ ഭഗവാന്റെ നടരാജനായിട്ടുള്ള അലങ്കാരം അതിവിശേഷമായിട്ട് കരുതി വരുന്നു. അപ്പോൾ അത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്.